നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോടിയേരിയുടെ അവസാന ആഗ്രഹവും പിണറായിയും ഗോവിന്ദനും ചേർന്ന് വെട്ടിനിരത്തി. പാർട്ടി കോട്ടകളെ പ്രകമ്പനം കൊള്ളിച്ച് വിനോദിനിയുടെ ഉഗ്ര ശബ്ദം. ഏറെക്കാലത്തെ മൗനത്തിന് ശേഷം, മൗനമല്ല, അവരുടെ വായടപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ എല്ലാ കാലത്തും എന്റെ വായടപ്പിക്കാമെന്ന് കരുതണ്ട എന്ന് തുറന്നടിച്ച് വിനോദിനി ചിലതൊക്കെ വിളിച്ചു കൂവിയതോടെ അപകടം തിരിച്ചറിഞ്ഞ് പിണറായി വിജയൻ. CPM-ലെ കോടിയേരി പക്ഷത്തിന് തീ കൊളുത്തി വിട്ടിരിക്കുകയാണ് വിനോദിനി. ബിനീഷ് തുടങ്ങിവെച്ചു, അമ്മ അത് ഏറ്റെടുത്തു. പാർട്ടി നേതൃത്വം കോടിയേരിയെ ചതിച്ചുവെന്ന വിനോദിനിയുടെ തുറന്നു പറച്ചിൽ ഒരു തീയാണ്. ഇപ്പോൾ CPM-ൽ വിഭാഗീയത പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് പൊട്ടിത്തെറിയിലേക്കെത്തും. പിണറായി അപ്രമാദിത്വം മടുത്തവർ പാർട്ടിക്ക് പുറത്തേക്ക് പോകും. CPM പിളരുമോ എന്ന് വെട്ടി വിയർക്കുകയാണ് ഗോവിന്ദനും പിണറായിയും. പിണറായിക്കും ഗോവിന്ദനുമെതിരെ പാർട്ടിയിൽ പ്രതിഷേധം കത്തുമ്പോഴാണ് വിനോദിനി ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ TK ഗോവിന്ദന്റെയും കുഞ്ഞികൃഷ്ണന്റെയും ഒക്കെ കൈയുണ്ടോ എന്ന് ഭയപ്പെടുകയാണ് പിണറായി. വിനോദിനി വെളിപ്പെടുത്തുന്നത് ഒരു ചതിയുടെ കഥയാണ്. കോടിയേരി ബാലകൃഷ്ണനെ പോലൊരു നേതാവിനെ ഉറ്റ ചങ്ങാതിയായവർ തന്നെ ചതിച്ചുവെന്ന ഭാര്യയുടെ തുറന്നു പറച്ചിൽ അത്ര നിസ്സാരമായി പാർട്ടിക്കാർ തള്ളിക്കളയില്ല. ബിനീഷ് ഇപ്പോൾ ഉള്ളിൽ ചിരിക്കുകയാണ്. കോടിയേരിയുടെ പ്രവർത്തന മണ്ഡലമായ തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് പോലും വെക്കാതെ അനീതി കാണിച്ചു പാർട്ടി. ഒരിക്കലും ബിനീഷ് അത് മറക്കാൻ സാധ്യതയില്ല. കൂടാതെ പാർട്ടി അംഗത്വം കൊടുക്കാതെ ഗോവിന്ദന്റെ മുട്ടാപ്പോക്കും. ഒടുക്കം തള്ളിപ്പറഞ്ഞ പിണറായി വിജയനെ കൊണ്ട് തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചടിപ്പിച്ച ബിനീഷ് പ്ലാൻ പക്ക ആയിരുന്നു. വീണ വിജയന്റെ ഒരൊറ്റ ചോദ്യം ചെയ്യലിൽ സ്കോർ ചെയ്തത് ബിനീഷാണ്. പാർട്ടി അംഗത്വം കിട്ടി, പിന്നാലെ അമ്മയുടെ ചില വെളിപ്പെടുത്തൽ. പിണറായി ഗോവിന്ദൻ കൂട്ടാർ ഇപ്പോൾ നക്ഷത്രം എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. CPM രാഷ്ട്രീയത്തിന്റെ നെടുന്തൂണായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പാർട്ടി എങ്ങനെ വേട്ടയാടി എന്നതിന്റെ ഞെട്ടിക്കുന്ന അണിയറക്കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മരണശേഷം തന്നെ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന വിലാപയാത്രയോടെ തിരുവനന്തപുരത്ത് എത്തിക്കണം എന്ന കോടിയേരിയുടെ അവസാന ആഗ്രഹം പോലും പാർട്ടിയുടെ ഉന്നത നേതൃത്വം അട്ടിമറിച്ചെന്ന കനത്ത വേദനയിലാണ് വിനോദിനി കോടിയേരി. പച്ചക്കുതിര എന്ന മാസികയ്ക്ക് നൽകിയ സ്ഫോടനാത്മകമായ അഭിമുഖത്തിലാണ് വിനോദിനി ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി അണികളെ പോലും ഇപ്പോൾ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത്. നേതൃത്വത്തിന്റെ ക്രൂരത വെളിപ്പെടുത്തിക്കൊണ്ട് ഓരോന്നോരോന്നായി എണ്ണി പറയുകയായിരുന്നു വിനോദിനി. തന്റെ അവസാന നാളുകളിൽ തിരുവനന്തപുരത്തെ പാർട്ടി കേന്ദ്രങ്ങളിലേക്കും പ്രിയപ്പെട്ട അണികൾക്കിടയിലേക്കും എത്തണമെന്നത് കോടിയേരിയുടെ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അദ്ദേഹം മരിച്ചതിന് പിന്നാലെ തലസ്ഥാന നഗരിയിലേക്കുള്ള വിലാപയാത്രയും AKG സെന്ററിലെ പൊതുദർശനവും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ചിലർ ആസൂത്രിതമായി ഒഴിവാക്കുകയായിരുന്നു എന്നാണ് വിനോദിനി പറയുന്നത്. കോടിയേരിക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കാനിരുന്ന അഭൂതപൂർവമായ ആദരവ് തടയാനും വിലാപയാത്രയിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പാർട്ടിയിലുള്ള സ്വാധീനം വർദ്ധിക്കുന്നത് തടയാനും വേണ്ടിയാണ് ഈ അട്ടിമറി നടന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സംസാരം. ഈ ചതി നൽകിയ വലിയ മാനസിക ആഘാതത്തിൽ നിന്ന് കുടുംബം ഇപ്പോഴും മുക്തരായിട്ടില്ല. CPM-ന്റെ ഉന്നത നേതൃത്വം അവഗണിക്കുന്നു എന്നതടക്കം ആരോപണമാണ് വിനോദിനി കോടിയേരി ഉന്നയിച്ചിരിക്കുന്നത്. തങ്ങളെ നേതാക്കൾ തിരിഞ്ഞുപോലും നോക്കിയില്ല. ഉന്നത പദവിയിലിരിക്കുന്ന PB അംഗം ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നും വിനോദിനി ബാലകൃഷ്ണൻ വിമർശിച്ചു. പ്രവർത്തകരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, വലിയ ചില നേതാക്കളെക്കുറിച്ചാണ്. അവരൊന്നും ഇവിടെ വരികയും സംസാരിക്കുകയും ചെയ്യണമെന്നല്ല. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്ത ഒരു കാലമായി ഇത് മാറിയോ? പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ശുപാർശയ്ക്കൊന്നുമല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം സാധിക്കാനായിരിക്കും വിളിക്കുന്നത് എന്നോ മറ്റോ അദ്ദേഹം കരുതിയിട്ടുണ്ടോ എന്നറിയില്ല. ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരിയുടെ മരണം നടന്ന് 4 വർഷത്തിനിടയിൽ എനിക്കുണ്ടായ അനുഭവമാണ് ചൂണ്ടിക്കാട്ടുന്നത്. കുടുംബത്തോടുള്ള സമീപനമാണ് പറയുന്നത്. ആ നേതാവ് പിണറായി വിജയൻ അല്ല എന്നും അദ്ദേഹം വിളിച്ചാൽ ഫോൺ എടുക്കുകയും അപ്പോൾ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണെന്നും വിനോദിനി വിശദീകരിച്ചു. അപ്പോൾ വിനോദിനിയുടെ വാക്കുകളിലുള്ളത് MV ഗോവിന്ദനിട്ടുള്ള പണിയാണ്. താൻ ഉദ്ദേശിച്ചത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ് എന്ന് വിനോദിനി ആവർത്തിച്ചു പറയുന്നുണ്ട്. കോടിയേരിയുടെ മരണത്തിന് ശേഷം അതിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനപ്പുറം അദ്ദേഹം ഒരിക്കലും തന്നെ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല. ഇക്കാലത്തിനിടയിൽ വല്ലപ്പോഴും താൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നും വിനോദിനി ബാലകൃഷ്ണൻ പറയുന്നു.
ഞാൻ പാർട്ടിയുടെ ആളായി തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുവെച്ച് എനിക്ക് തോന്നുന്ന ശരികളൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കാനും കഴിയില്ല. അനാവശ്യമായ വിധേയത്വം എനിക്കില്ല, വിനോദിനി ആവർത്തിച്ചു പറഞ്ഞു. ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നാണല്ലോ പൊതുധാരണ എന്ന ചോദ്യത്തോട് പറയാൻ പറ്റുന്നതും പറയേണ്ടതുമായ കാര്യങ്ങൾ വ്യക്തികൾക്ക് ഏത് വേദിയിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ല, ഏത് രംഗത്തും അത് സാധ്യമാകണം. ഒന്നും പറയാനാകാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുക എന്നത് ആജീവനാന്തം സാധ്യമാകുന്ന കാര്യമല്ല എന്നും വിനോദിനി കോടിയേരി വ്യക്തമാക്കി. അതായത് പറയാനുള്ളതൊക്കെ ഇനി ഉറപ്പായും പറയും എന്നുള്ള മുന്നറിയിപ്പ്. കോടിയേരിയുടെ മകനെ പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചെടുത്തു എന്നതുകൊണ്ട് മാത്രം ഈ കുടുംബം അനുഭവിച്ച ക്രൂരതകൾക്ക് പകരമാകില്ല എന്നാണ് വിനോദിനിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. മകന്റെ രാഷ്ട്രീയ പുനഃപ്രവേശനമല്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു ജനകീയ നേതാവിനോടും അദ്ദേഹത്തിന്റെ ഉറ്റവരോടും പാർട്ടി കാട്ടിയ മനുഷ്യത്വരഹിതമായ സമീപനമാണ് വിനോദിനിയെ പ്രകോപിപ്പിച്ചത്. ഒരു ഉപകാര സ്മരണയുമില്ലാതെ കറിവേപ്പില പോലെ ഒരു കുടുംബത്തെ മാറ്റി നിർത്താൻ CPM ഉന്നത നേതാക്കൾ കാണിച്ച വ്യഗ്രതയാണ് അവരുടെ വാക്കുകളിൽ എരിഞ്ഞു കത്തുന്നത്. മുൻപ് പാർട്ടിയിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും കോടിയേരിയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടി മുന്നിലുണ്ടാകും എന്ന് വിശ്വസിച്ചിരുന്ന ലക്ഷക്കണക്കിന് അണികളെ ഞെട്ടിക്കുന്നതാണ് ഈ ഒരു വെളിപ്പെടുത്തൽ. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും കടുംപിടുത്തങ്ങൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ പുകയുന്ന അതൃപ്തിക്ക് ഈ പച്ചക്കുതിരയിലെ അഭിമുഖം വരും ദിവസങ്ങളിൽ വലിയൊരു സ്ഫോടനാത്മകമായ പ്രതിസന്ധിയിലേക്ക് മാറ്റും എന്നതിൽ യാതൊരു സംശയവുമില്ല. വിനോദിനിയുടെ വിമർശനത്തിൽ പ്രതികരിച്ച് ഇപ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് പണിയാകാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് രാമകൃഷ്ണനെ രംഗത്തേക്കിറക്കി മെഴുകിക്കുന്നത്. രാമകൃഷ്ണൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് അറിഞ്ഞാലേ പാർട്ടിയിൽ ചർച്ച ചെയ്യാൻ സാധിക്കൂ എന്നും തങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല എന്നുമായിരുന്നു രാമകൃഷ്ണന്റെ മറുപടി. അതായത് വിനോദിനി ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന്. പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കും. കോടിയേരിയുടെ കുടുംബം CPIMന്റെ ഭാഗമാണെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു. ഇത് കുറെ കാലമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ആവശ്യം വരുമ്പോൾ മാത്രമേ നിങ്ങൾ കോടിയേരി കുടുംബത്തെ ഓർക്കാറുള്ളൂ, അല്ലാത്തപ്പോൾ അത് കറിവേപ്പില മാത്രമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ വിനോദിനി ചിലതൊക്കെ കണക്ക് കൂട്ടിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മകനോടും കുടുംബത്തോടും പാർട്ടിയിലെ ഒരു കൂട്ടം നേതാക്കൾ കാണിക്കുന്ന അവഗണന അവരെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. കോടിയേരി കുടുംബമെന്ന് ആവശ്യത്തിന് മാത്രം പറയുന്ന CPMകാരുടെ കപട മുഖം വിനോദിനി പൊളിച്ച് വലിച്ചു കീറി കാണിച്ചു. ഇത് തുടക്കമാണ്. പാർട്ടി അവഗണിക്കുന്നവർ ഓരോരുത്തരായി പലതും വിളിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വിനോദിനി ചിലതൊക്കെ കണക്ക് കൂട്ടിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു TK ഗോവിന്ദൻ. അതായത് പാർട്ടിയുമായി എതിർത്ത് പുറത്തേക്ക് പോയി തളിപ്പറമ്പിൽ നിന്ന് ശ്യാമളയെ അതിഗംഭീരമായി തോൽപ്പിച്ച് വിജയക്കൊടി പാറിച്ച TK ഗോവിന്ദൻ സഖാവ്. അദ്ദേഹം ജയിച്ചതിന് ശേഷം ആദ്യം പോയത് കോടിയേരിയുടെ വീട്ടിലേക്കായിരുന്നു. അന്ന് അവിടെ ചെല്ലുമ്പോൾ വലിയൊരു സ്വീകരണമായിരുന്നു വിനോദിനി കൊടുത്തത്. കണ്ണൂരിലെ പിണറായി കൂട്ടർ ഇതോടെ വിനോദിനിയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. എന്നാൽ പിണറായി ഗോവിന്ദൻ ശിങ്കിടികളുടെ വിരട്ടലൊന്നും വിലപ്പോയില്ല. അവർ ചിലതൊക്കെ അന്ന് വ്യക്തമാക്കിയിരുന്നു. എന്റെ ബോധ്യം എന്റെ ശരിയാണെന്നായിരുന്നു വിനോദിനിയുടെ മറുപടി. എന്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ സ്വീകരിക്കും. എന്റെ ബോധ്യം എന്റെ ശരി. എന്റെ വീട്ടിൽ വരുന്നവർക്ക് സ്വാഗതം. അതെന്റെ ശരിയാണ്. ആരെയെങ്കിലും തിരസ്കരിക്കണമെന്ന് തോന്നിയാലും അതിനുള്ള അവകാശവും എനിക്കുണ്ട്. വീട്ടിൽ ആളുകൾ വരുമ്പോൾ സ്വീകരിക്കുക എന്നത് നമ്മുടെ ഒരു രീതിയല്ലേ? വീട്ടിൽ വരുന്നവരെ ഞാൻ എന്തിനാണ് അകറ്റി നിർത്തുന്നത്? വീട്ടിൽ വരുന്ന ആളോട് ഇങ്ങോട്ട് കയറണ്ട എന്ന് എന്തിനാണ് ഞാൻ പറയുന്നത്? ഞാൻ പറയില്ല ഒരിക്കലും. അദ്ദേഹം ഞങ്ങളെ ഓർത്തിട്ടല്ലേ വരുന്നത്. ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ആരോടും ഒരു പരാതിയോ പരിഭവമോ ഇല്ല. സഹായം ചോദിക്കുന്നില്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ സ്വന്തമായി ജീവിക്കുന്നു. ആരെയും ഉപദ്രവിക്കുന്നില്ല. എൻ്റെ നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളും എൻ്റെ മനസ്സിൽ തന്നെ വെച്ചു കൊണ്ടുപോകുന്നു. ഇതായിരുന്നു വിനോദിനി അന്ന് പ്രതികരിച്ചത്. ചീത്ത ഓർമ്മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒത്തിരി ഉണ്ട് എന്നായിരുന്നു അവരുടെ മറുപടി. ഒത്തിരി ചീത്ത ഓർമ്മകളുണ്ട്, നമുക്ക് നോക്കാം, ഒരുപാടുണ്ട് പറയാൻ എന്നായിരുന്നു അന്നത്തെ മറുപടി. അതിൽ ഒരു മറുപടിയാണ് ഇന്നവർ കൊടുത്തത്. TK ഗോവിന്ദനെ പാർട്ടി വിശേഷിപ്പിച്ചത് വർഗവഞ്ചകനാണ് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞാനല്ലല്ലോ, ഞാൻ അങ്ങനെ വിളിക്കില്ല എന്ന്. ആര് വന്നാലും എൻ്റെ വീട്ടിൽ ഞാൻ സ്വീകരിക്കും. ഒരാൾ വന്നു, സ്വീകരിച്ചു. അവരെക്കുറിച്ച് ഞാൻ അങ്ങനെ വിളിക്കില്ല. അതിലെനിക്കൊന്നും തോന്നുന്നില്ല എന്നായിരുന്നു മറുപടി. പാർട്ടിയുടെ കനത്ത തോൽവിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ പാർട്ടി ശരിയാക്കിയെടുക്കും എന്ന് വിനോദിനി പറഞ്ഞിരുന്നു. പാർട്ടി പദവികളൊന്നും ഇല്ല എന്ന് വെച്ച് ഞാൻ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളാണ്. അത് നോട്ടീസ് അടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നായിരുന്നു അവരുടെ മറുപടി. ഒരു പരിഭവവുമില്ല.
പാർട്ടി നേതാക്കളൊന്നും എന്നെ വിളിക്കാറില്ല. അതിൽ എനിക്കൊന്നും തോന്നാറുമില്ല. പാർട്ടിക്കാർ വിളിക്കണമെന്നൊന്നും എന്നൊന്നും തന്നെ എനിക്കില്ല. ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിനോദിനി അന്ന് പറഞ്ഞിരുന്നു. അന്ന് തന്നെ അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഈ പാർട്ടി അവരോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ചുള്ള എതിർപ്പും വെറുപ്പും ഒക്കെ. അവസരം വരുമ്പോൾ അവരത് പുറത്തു പറയും എന്നുള്ളതും ഉറപ്പായിരുന്നു. കാരണം അധികകാലമൊന്നും വിനോദിനിക്ക് അത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ കഴിയില്ല. വിനോദിനി ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ചിലതൊക്കെ പറഞ്ഞിരിക്കുന്നത്, നേതൃത്വത്തിനെതിരെ, നേതാക്കൾക്കെതിരെ. നമുക്കറിയാം, കോടിയേരി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു വേദിയിൽ പിണറായി നിന്ന് വിങ്ങിപ്പൊട്ടുന്നത്. സത്യത്തിൽ അതൊക്കെ ഒരു അഭിനയമായിരുന്നു. കാരണം ആ കുടുംബത്തെ പോലും നിങ്ങളാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ആ കുടുംബം തന്നെയാണ് പറയുന്നത്, നമ്മളാരുമല്ല പറയുന്നത്. ആ കുടുംബം തന്നെ പറയുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആ മുതിർന്ന നേതാവിനോട് ഈ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ, ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്കുണ്ട്. അതെല്ലാം മറന്നുകൊണ്ട് ആ കുടുംബത്തെ തന്നെ നിങ്ങൾ തിരസ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം വെറുപ്പാണ് വിനോദിനിയിൽ നിന്നിപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിനീഷ് കോടിയേരി പാർട്ടി അംഗത്വം നേടിയെടുത്തതിന് ശേഷമാണ് വിനോദിനി ഇതൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനിയും പലതും അവർ വിളിച്ചു പറയും. അതൊന്നും താങ്ങാനുള്ള കെൽപ്പ് ഗോവിന്ദനോ കൂട്ടർക്കോ ഉണ്ടായിരിക്കില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.